അങ്ങനെ നമ്മുടെ നിധി സുധീഷിനോട് പറയേണ്ടത് നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും പ്രേമിക്കാം, നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും കല്യാണം കഴിക്കാം, എനിക്ക് ഒരു കുഴപ്പമില്ല, നമുക്ക് എന്തായാലും അടുത്ത് തന്നെ ഡൈവേഴ്സ് കിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. സുഭാഷ് ഏട്ടൻ പറഞ്ഞതാണ് തെറ്റ്, സുഭാഷ് ഏട്ടന് എന്താവശ്യമുണ്ട് ഇപ്പോൾ പറയേണ്ടതെന്നൊക്കെ പറയുന്നത് നമ്മുടെ നിധി. എന്തായാലും നിധി പറയേണ്ടത് എന്തായാലും സുധീഷിന് പോയി സംസാരിക്കാൻ പറ്റില്ലെങ്കിൽ ഗായത്രിയോട് ഞാൻ പോയി സംസാരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ നിധി ഇറങ്ങിപ്പോണ്ട്. ആ സമയത്ത് നമ്മുടെ സുധീഷ് ഒരുപാട് തടയുണ്ട് നിധിയോട് പോകണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും നമ്മുടെ നിധി കേൾക്കുന്നില്ല. നിധി സുധീഷിനോട് പറഞ്ഞിട്ട് ഞാൻ പോയിട്ട് ഗായത്രിയെ പറഞ്ഞ് മനസ്സിലാക്കി അവൾ ഇപ്പം തന്നെ കൂട്ടിയിട്ട് വന്ന് നിങ്ങളെ വിവാഹം നടത്തി തരാമെന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. നമ്മുടെ സുഭാഷ് ഏട്ടനോട് കണ്ണും പിടിയൊക്കെ കാണിക്കേണ്ടത് ഇത് വെറും ഡ്രാമയാണ്, സുഭാഷ് ഏട്ടൻ ഒന്നും ഇപ്പം മിണ്ടാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ നിധി ഇറങ്ങിപ്പോണ്ട് നികേഷിനെയും കൂട്ടിയിട്ട്. എന്തായാലും പോണ വഴിയിൽ നമ്മൾ നികേഷ് ചോദിക്കുന്നുണ്ട് ഏടത്തി ഇപ്പോൾ സത്യമായിട്ടും പോയിട്ട് ഗായത്രിയെ കൂട്ടിയിട്ട് വന്നിട്ട് സുധീഷ് ഏട്ടൻ്റെ വിവാഹം നടത്തി കൊടുക്കാനാണെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ നിധി വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പറഞ്ഞിട്ട് നിനക്കെന്താ പ്രാന്തോ, ഞാനെന്താ നിൻ്റെ ഏട്ടൻ്റെ ബ്രോക്കറോ, നീ ഇപ്പം നടക്കുക എന്തിനാ പോകണം, ഞാൻ നിനക്കിപ്പോൾ കാണിച്ചു തരാം, എന്തായാലും ഞാൻ കാരണം നിൻ്റെ ഏട്ടൻ്റെ കല്യാണം നടത്തി കൊടുക്കില്ല, ഞാനും ഇപ്പം ഇങ്ങനെ കുടുങ്ങി, ഇനി ആ കുട്ടീനെയും കൂടി ഞാൻ വെറുതെ കൊടുക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് എന്തായാലും നമ്മൾ നിധി പോകുന്നുണ്ട് ഗായത്രിയുടെ വീട്ടിലേക്ക്. എന്തായാലും ഗായത്രിയുടെ വീട് എത്തിയിട്ട് നമ്മുടെ നിധി ഒരുപാട് ഗായത്രിയുടെ റൂം തട്ടിലുണ്ട്. ഗായത്രി ആണെങ്കിൽ തുറക്കണമെന്നില്ല. അവസാനം നിധി പറയുന്നത് ഞങ്ങളെ വിവാഹം എങ്ങനെ നടന്നത് ഞാൻ പറഞ്ഞു തരാം, നീ ഒന്ന് തുറക്ക് എന്ന് പറയണം, നിന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൂട്ടിയിട്ട് പോകാമെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഗായത്രി വന്ന് തുറക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ നിധി ഗായത്രിയോട് ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങുന്നുണ്ട്. അപ്പുറത്താണെങ്കിലോ നമ്മുടെ സുധീഷാണെങ്കിൽ വല്ലാത്ത വിഷമം വെപ്രാളടിച്ച് നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഗായത്രിയെ കൂട്ടിക്കൊണ്ട് നിധി വരുമോ എന്നൊക്കെ വിചാരിച്ചിട്ട്. എന്തായാലും നമ്മുടെ സുഭാഷ് ഏട്ടനും ഹരീഷും ഒരുപാട് അവനായിട്ട് കളിയാക്കണമുണ്ട്. നിനക്ക് വല്ല ആവശ്യമുണ്ടോ, ഞങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് ഒരു വിലയുണ്ടായിരുന്നില്ല, ഇപ്പം നീ ഞങ്ങൾ അനുഭവിച്ചോ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഹരീഷ് വെറുതെ നമ്മുടെ നികേഷിനെ വിളിച്ചിട്ട് ഫോൺ വിളിച്ചിട്ട് ചോദിക്കേണ്ടത് ഏടാ എന്തായി, ഞങ്ങളിപ്പോൾ എല്ലാവരും ഇറങ്ങും ഏട്ടാ, അടുത്ത് തന്നെ എല്ലാവരും ഗായത്രിയുടെ അമ്മയും അച്ഛനും ഒക്കെ വന്നിട്ടുണ്ട്, എല്ലാവരെയും കൂട്ടിക്കൊണ്ട് ഇറങ്ങും എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ സുധീഷിന് വീണ്ടും വീണ്ടും വല്ലാത്ത വിഷമമുണ്ട്. നമ്മുടെ സുഭാഷ് ഏട്ടനോട് പറയേണ്ട ഏട്ടാ ഞാൻ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല, എനിക്ക് എൻ്റെ മനസ്സ് മുഴുവനും നിധിയാണ്, എനിക്ക് അവളല്ലാതെ വേറെ ഒരു പെണ്ണിനെയും കല്യാണം കഴിക്കാൻ പറ്റില്ല, എൻ്റെ മനസ്സിൽ അവൾ മാത്രമല്ല, അവൾക്കുള്ള സ്ഥാനം വേറെ ആർക്കും ഇല്ല എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ നമ്മുടെ ഹരീഷാണെങ്കിൽ വീഡിയോ എടുക്കുന്നുണ്ട് ഇതൊക്കെ പറയണത്. എന്തായാലും നമ്മുടെ സുധീഷാണെങ്കിൽ വല്ലാത്ത വിഷമിച്ചിട്ട് റൂമിൻ്റെ ഉള്ളിൽ പോകുന്നുണ്ട്, പുറത്ത് പോകുന്നുണ്ട്. ഞാൻ ഇവിടെ നിന്നാലല്ലേ ഇവരൊക്കെ എന്നെ കല്യാണം കഴിക്കുള്ളൂ എന്നൊക്കെ വിചാരിച്ചിട്ട് ഓടിപ്പോകാൻ നോക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഭാസ്കരൻ തടയുണ്ട്. എന്നിട്ട് പറയണത് നീ എപ്പോഴും എന്നെ ഉപദേശിക്കാൻ നിൽക്കും, ഇപ്പം എന്തായി നിൻ്റെ അവസ്ഥ എങ്ങനെ ആയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭാസ്കരനും നമ്മുടെ സുധീഷിനെ കളിയാക്കുന്നുണ്ട്. അപ്പുറത്ത് നമ്മുടെ നിധിയാണെങ്കിൽ ഇരുന്ന് ഗായത്രിയോട് സംസാരിച്ചിട്ട് ഗായത്രിയുടെ മനസ്സ് മുഴുവനെ മാറ്റാൻ നോക്കുന്നുണ്ട്, അവളോട് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. നീയും സുധീഷ് ഇപ്പോൾ എത്ര ദിവസത്തെ അടുപ്പാൾ, ആകെ 2 ആഴ്ച, അവന് വേണ്ടിയിട്ട് നിൻ്റെ ജീവൻ കളയാൻ നിനക്ക് എന്താ പ്രാന്താണോ, അവനൊരു ഫ്രോഡല്ലേ, നീ ഒന്ന് ആലോചിച്ച് നോക്കുക, എന്നെ ചതിച്ചിട്ട് ഞാൻ കല്യാണം കഴിഞ്ഞ് എന്നെ ചതിച്ചിട്ട് നിൻ്റെ കൂടെ വർത്തമാനം പറയുമ്പോൾ ഞാൻ എത്രമാത്രം വിഷമിക്കണം, ഞാൻ എന്താ എന്നിട്ട് പോയി ആത്മഹത്യ ചെയ്തോ, ഞാൻ എത്ര ധൈര്യത്തോടു കൂടി നിൽക്കുന്നുണ്ട്, പിന്നെ നിനക്ക് എന്തിനാ ഇങ്ങനെ വിഷമാവണത്, നീ ഇങ്ങനെ വിഷമിക്കരുത്, ഒരാളെ പ്രേമിക്കുന്ന സമയത്ത് മുഴുവനെ മനസ്സിലാക്കിയിട്ട് പ്രേമിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും ഗായത്രിയോട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് നമ്മുടെ നിധി ഗായത്രിയുടെ മനസ്സ് മുഴുവനെ മാറ്റുന്നുണ്ട്. എന്നിട്ട് നമ്മളോട് ഗായത്രിയോട് പറയേണ്ടത് എന്തായാലും ഞാൻ എന്തെങ്കിലും ഓർഡർ ചെയ്യുക, നമ്മൾ എല്ലാവരും കൂടി ചായയൊക്കെ കുടിച്ചിട്ട് പിരിയുക, നീ ഇനി വിഷമിക്കരുത്, എൻ്റെ നമ്പർ നീ നോട്ട് ചെയ്തെടുത്തോ, നിനക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിക്കുക എന്നൊക്കെ പറയണ്ടേ. എന്തായാലും ഗായത്രി ഫുള്ള് മാറുന്നുണ്ട്, മനസ്സ് ഫുള്ള് മാറിയിട്ട് വരുന്നുണ്ട് പുറത്തേക്ക്. നമ്മളെ നികേഷിനെയും വിളിക്കേണ്ട എല്ലാവരും കൂടി ഇരുന്നിട്ട് ചായയും സ്നാക്സൊക്കെ കുടിച്ചിട്ട് പിരിയുന്നുണ്ട്. ഗായത്രിയോട് പറയേണ്ടത് നീ വിഷമിക്കാതിരിക്കും, ഇനി പ്രേമിക്കുന്ന സമയത്ത് നല്ലൊരു ചെക്കനെ നോക്കിയിട്ട് കുറച്ച് ദിവസം നീ അവനായിട്ട് ഫ്രണ്ടായിട്ട് ഇരുന്ന് എല്ലാവരുടെ മനസ്സിലാക്കിയിട്ട് മാത്രം പ്രേമിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഉപദേശം കൊടുത്തിട്ട് നമ്മുടെ നിധി പോകുന്നുണ്ട്. ഗായത്രി ഇപ്പോൾ ഓക്കെ ആയിരുന്നു. എന്തായാലും വീട്ടിലെത്തുന്ന സമയത്തോ നമ്മുടെ സുധീഷാണെങ്കിൽ ആകെ പേടിച്ച് വിറയ്ക്കുന്നുണ്ട്. നമ്മുടെ നിധി ഇനി ഗായത്രിയും കൊണ്ട് വരുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ വാതിലടച്ചിട്ട് ഇരിക്കുന്നുണ്ട്. ഇത് കാണിച്ചും കൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.